അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 21/2/2025 ഹുദൂറുൽ ഖൽബി ഫിസ്സലാഹ് എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. റബ്ബിൻ്റെ മുമ്പിൽ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ചില അനുഭൂതികൾ, ചില അനർഘ നിമിഷങ്ങൾ, നാം മനസ്സുകൊണ്ട് റബ്ബിലേക്ക് അടുത്ത് റബ്ബിൽ ലയിച്ചുപോയി എന്തെന്നില്ലാത്ത സമാധാനവും സന്തോഷവും ലഭിക്കുന്ന നിമിഷങ്ങളുണ്ടത്. മനസ്സിന് ഏറെ ആശ്വാസം. എന്താണ് ഈ അനുഭൂതിയുടെ, ഈ സമാധാനത്തിൻ്റെ കാരണം? അത് നമുക്ക് ഹൃദയ സാന്നിധ്യം ഉണ്ടാകുകയാണ്. നിസ്കാരത്തിൽ നാം ഐഹികമായ എല്ലാ ചിന്തകളും വെടിഞ്ഞ് റബ്ബിൽ ലയിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേകമായ അവസ്ഥയാണത്. ഔഖാഫ് ഇന്നത്തെ ഖുത്ബയുടെ വിഷയം എങ്ങനെ നിസ്കാരത്തിൽ നമുക്ക് ഹൃദയ സാന്നിധ്യം ഉണ്ടാകാം എന്ന് പറഞ്ഞുകൊണ്ടാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറെ സമാധാനവും സന്തോഷവും ലഭിച്ചിരുന്നത് നിസ്കരിക്കാൻ വേണ്ടി റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴാണ്. കണ്ണിന് കുളിർമ കിട്ടൽ, എൻ്റെ മനസ്സ് ഏറെ സന്തോഷം ഉള്ളവനാവൽ റബ്ബിൻ്റെ മുമ്പിൽ ഞാൻ നിസ്കരിക്കുവാൻ നിൽക്കുന്ന സന്ദർഭത്തിലാണ്. മുഅദ്ദിനോട് തിരുദൂതർ ആവശ്യപ്പെടും, അഖ്മിസ് സ്വലാഹ് അരിഹ്നാ ബിഹാ, ഇഖാമത്ത് നിസ്കാരത്തിന് കൊടുത്തേ, ആ നിസ്കാരം കൊണ്ട് ഞങ്ങളെ നീ ഒന്ന് സന്തോഷിപ്പിച്ചേ എന്ന് അവിടുന്ന് മുഅദ്ദിനോട് പറയാറുണ്ടായിരുന്നു. നിസ്കാരം എന്ന് പറയുന്നത് നമ്മുടെ അവയവങ്ങളെ കൊണ്ടുള്ള ബാഹ്യ പ്രകടനങ്ങൾ മാത്രമല്ല, അത് ഒരു എക്സർസൈസ് പോലെയല്ല, മനസ്സുകൊണ്ട് റബ്ബിലേക്കുള്ള ഒരു യാത്രയാണത്. നമ്മുടെ വാക്കുകളും പ്രവൃത്തികളും നമുക്ക് അതിന് സഹായകമാകുന്നു. ആ ഹൃദയ സാന്നിധ്യം നമുക്ക് പൂർണ്ണമായി കിട്ടിയാൽ നിസ്കാരത്തിൻ്റെ ആ രുചി അനുഭവിക്കാൻ നമുക്ക് കഴിയും. റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ആ മാധുര്യം നമുക്ക് ലഭിക്കും. നിസ്കാരത്തിൽ നമ്മുടെ ഹൃദയം ആ ഈമാനുകൊണ്ട് വെളിച്ചമുള്ളതാകണം. ബാങ്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് പറയണം, നിന്റെ റബ്ബ് നിന്നെ വിളിക്കുകയാണ്, ആ വിളിക്ക് നീ ഉത്തരം ചെയ്യൂ. ആ പദങ്ങൾ നീ നിന്റെ നാവിൽ ആവർത്തിക്കൂ. അതിൻ്റെ അർത്ഥങ്ങൾ നിന്റെ മനോമുഖരത്തിൽ ഇട്ട് നീ ചിന്തിക്കൂ. അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് ഏറ്റവും മഹോന്നതൻ. അവൻ എല്ലാത്തിൻ്റെയും മേലെയും എല്ലാത്തിനേക്കാളും മഹത്വം ഉള്ളവനാണ്. സൃഷ്ടികളോടുള്ള നിന്റെ എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് നീ സൃഷ്ടാവിലേക്ക് ഉളരൂ. ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാഹ്, നിസ്കാരത്തിലേക്ക് വരുവീൻ, വിജയത്തിലേക്ക് വരുവീൻ. റബ്ബ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്ന നേരായ മാർഗത്തിലേക്ക് നമ്മളെ വിളിക്കുകയാണ്. ബാങ്ക് കേട്ടാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇദാ സമിഅൽ അദാൻ വസബ്, അവിടുന്ന് പെട്ടെന്ന് ധൃതിയിൽ പുറപ്പെടും, തയ്യാറാകും. എന്നിട്ട് അവിടുന്ന് അംഗശുദ്ധി വരുത്തും. തങ്ങളുടെ മനസ്സ് റബ്ബുമായി അങ്ങോട്ട് ലയിക്കും. പെട്ടെന്ന് അംഗശുദ്ധി വരുത്തി, ആ അംഗശുദ്ധി വരുത്തുമ്പോൾ എൻ്റെ ദോഷങ്ങളൊക്കെ അത് കഴുകിക്കളയുകയാണ് എന്ന ഉദ്ദേശത്തിലാണ്. നബിതങ്ങൾ പറയുന്നുണ്ട്, മൻ തവല്ലഅ ഫഅഹ്സനൽ വുദൂഅ ഖറജത് ഖതായാഹു മിൻ ജസദിഹി ഹത്താ തഖ്റുജ മിൻ തഹ്തി അൽഫാരിഹി. ഒരാൾ വുദു ഭംഗിയായെടുത്താൽ അവൻ്റെ ശരീരത്തിലെ മുഴുവനും ദോഷങ്ങൾ പുറത്തു പോകുകയാണ്. നഖങ്ങൾക്ക് അടിയിൽ നിന്നുവരെയുള്ള ദോഷങ്ങൾ വുദുവിൻ്റെ വെള്ളത്തോടുകൂടെ ഒഴുകിപ്പോകും. വുദു പൂർത്തിയാക്കിയാലോ അവൻ്റെ ഹൃദയം കൊണ്ട് റബ്ബിനോട് പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീൻ വജഅൽനി മിനൽ മുത്തത്വഹിരീൻ. അല്ലാഹുവേ, നീ ഏകനാണ്, നീ അല്ലാതെ ആരാധ്യനില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. നിനക്കു പങ്കുകാരില്ല. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ദൂതനും അടിമയുമാണ് എന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. എന്നെ നീ പാശ്ചാത്തപിച്ചു മടങ്ങുന്നവരിൽ ചേർക്കണമേ, ശുദ്ധി ശ്രദ്ധിക്കുന്നവരിലും എന്നെ നീ ചേർക്കണമേ എന്ന് വുളുവിൻ്റെ പ്രാർത്ഥന ഒരാൾ നടത്തിയാൽ ഫുത്തിഹത്ത് ലഹു അബ്വാബുൽ ജന്നത്തി യദ്ഖുലു മിൻ അയ്ഹാ ഷാ, സ്വർഗത്തിൻ്റെ എല്ലാ കവാടങ്ങളും അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും, അവന് ഇഷ്ടമുള്ളതിലൂടെ പ്രവേശിക്കാം. റബ്ബിനെ നമുക്ക് കണ്ടുമുട്ടാൻ നമ്മൾ അംഗശുദ്ധി വരുത്തി ദിക്റ് ചൊല്ലി സുഗന്ധം ഉപയോഗിച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിച്ച് അള്ളാഹുവിൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് റബ്ബിലേക്ക് ചൊല്ലുകയാണ്. അവൻ പറഞ്ഞതുപോലെ യാ ബനി ആദമ ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. മസ്ജിദിലേക്ക് പോകുമ്പോൾ നിങ്ങൾ എല്ലാ ഭംഗിയും സ്വീകരിച്ചുകൊണ്ടാവണം പോകേണ്ടത്. നാം മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നില്ല, നല്ല പരിമളം ആണ് നമുക്കുള്ളത്. ഇന്നൽ മലായിക്കത്ത തതഅദ്ദാ മിമ്മാ യതഅദ്ദാ മിൻഹു ബനു ആദം. മനുഷ്യർക്ക് എന്തൊക്കെ പ്രയാസമുണ്ടാക്കുന്നുവോ അത് മലക്കുകൾക്കും പ്രയാസമുണ്ടാക്കും. നമ്മൾ സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ച് റബ്ബിലേക്ക് നടക്കുകയാണ്. നാം വളരെ ശാന്തരായി സമാധാനത്തോടുകൂടെയാവണം മസ്ജിദിലേക്ക് നടക്കേണ്ടത്. മഹാന്മാരായ സ്വാലിഹീങ്ങളും സൂക്ഷ്മജീവിതം നയിച്ചിരുന്നവരും അങ്ങനെയായിരുന്നു. അലി ഇബ്നുൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അവർ അംഗശുദ്ധി വരുത്തിയാൽ തന്നെ അവരുടെ ഭാവം ആകെ മാറും. നിങ്ങൾക്കെന്താണ് ഇങ്ങനെ മാറ്റം എന്ന് അവിടുന്നോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, അലാ തദറൂന ബൈന യദൈ മൻ അഖൂമു വമൻ ഉനാജി. നിങ്ങൾ മനസ്സിലാക്കുന്നില്ലേ ആരോടാണ് നാം അഭിമുഖമായി സംസാരിക്കാൻ പോകുന്നത്, ആരുടെ മുന്നിലേക്കാണ് നാം നിൽക്കാൻ പോകുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒരു അടിമ നിസ്കാരത്തിൽ അവൻ്റെ ഖയ്യൂമായ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ റബ്ബിനോട് സംസാരിക്കുകയാണ്. അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ. നീ അവൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അവൻ നിന്നെ അറിയുന്നുണ്ട്. നിന്റെ ഓരോ ചലനങ്ങളും നീ സാഷ്ടാംഗം ചെയ്യുമ്പോഴൊക്കെ അത് അവൻ മനസ്സിലാക്കുന്നുണ്ട് എന്ന ചിന്തയിലാണ് റബ്ബിൻ്റെ മുമ്പിൽ അവൻ നിൽക്കുന്നത്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നർ റജുല ലയൻസരിഫു വമാ കുതിബ ലഹു ഇല്ലാ അശ്റു സ്വലാത്തി. ചില ആളുകൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും. നിസ്കാരം കഴിഞ്ഞു വരുമ്പോൾ അവർക്ക് ആ നിസ്കാരത്തിൻ്റെ 10ൽ ഒരംശം പോലും പ്രതിഫലമായി കിട്ടുന്നില്ല. അവർക്ക് വേണ്ടത്ര മനസ്സാന്നിധ്യം ഉണ്ടാകുന്നില്ല എങ്കിൽ അവരുടെ പ്രതിഫലം നന്നേ കുറഞ്ഞു പോകും. റബ്ബിനോട് നാം മുനാജാത്ത് നടത്തുമ്പോൾ നമ്മൾ ഹൃദയ സാന്നിധ്യത്തോടു കൂടിയാവണം റബ്ബിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇന്ന അഹദക്കും ഇദാ സ്വല്ല യുനാജി റബ്ബ. നിങ്ങളിൽ ഒരാൾ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ അവൻ അവൻ്റെ റബ്ബിനോട് അഭിമുഖമായി സംസാരിക്കുകയാണ്. ഹൃദയ സാന്നിധ്യം ലഭിക്കാൻ നാം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ്, നാം നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ അസ്സക്കീന വൽ വഖാർ, അടക്കത്തോടുകൂടെയും ഒതുക്കത്തോടുകൂടെയും ആകുക. നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ ഫാത്തിഹ സൂറത്ത് ഓതുമ്പോൾ അള്ളാഹുവിനെ നാം ഓർക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് നാം മനസ്സറിഞ്ഞു പറയുമ്പോൾ റബ്ബ് പറയും, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാല അർറഹ്മാനുർ റഹീം, അർറഹ്മാനുർ റഹീം, നീ കാരുണ്യവാനും കരുണാനിധിയുമാണ്, നിനക്കാണ് സ്തുതികൾ എന്ന് പറയുമ്പോൾ റബ്ബ് പിന്നെയും പറയും, അസ്നാ അലയ്യ അബ്ദി, എൻ്റെ ദാസൻ എന്നെ പിന്നെയും സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാല മാലിക് യൗമിദ്ദീൻ,
നീ അന്ത്യനാളിൻ്റെ ഉടമസ്ഥനാണ്, നിനക്കാണ് സർവസ്തുതിയും എന്ന് പറയുമ്പോൾ റബ്ബ് പിന്നെയും പറയും മജ്ജദനി അബ്ദി, എൻ്റെ അടിമ എന്നെ പിന്നെയും സ്തുതിച്ചിരിക്കുന്നു. വഇദാ ഖാല ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്തെടുക്കുന്നു, നിന്നോട് മാത്രം സഹായം തേടുന്നു എന്ന് പറഞ്ഞാലോ റബ്ബ് പറയും ഹാദാ ബൈനി വ ബൈന അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് പകുതി എനിക്കുള്ളതും പകുതി എൻ്റെ അടിമയുടെ ആവശ്യവുമാണ്. എൻ്റെ അടിമ ചോദിച്ചത് ഞാൻ അവന് നിറവേറ്റിക്കൊടുക്കും. ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ, നേരായ മാർഗത്തിലൂടെ എന്നെ നീ വഴി നടത്തണമേ, നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, നിന്റെ കോപത്തിന് കാരണക്കാരായവരുടെ മാർഗത്തിലല്ല, വഴിപിഴച്ചവരുടെയും മാർഗത്തിലല്ല എന്ന് ഒരടിമ പറയുമ്പോഴോ അള്ളാഹു പറയും ഹാദാലി അബ്ദി വലി അബ്ദി മാ സഅൽ, ഇത് മുഴുവനും എൻ്റെ അടിമയുടെ ആവശ്യമാണ് അവൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ അത് മുഴുവനും അവന് സാധിച്ചു കൊടുക്കുകയും ചെയ്യും. അള്ളാഹുവെ, നിന്നെ അറിഞ്ഞുകൊണ്ട് ഹൃദയ സാന്നിധ്യത്തോടുകൂടി നിനക്ക് നിസ്കരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം ചെയ്യണമേ. നാം റുക്കൂഇലേക്ക് പോകുകയാണ്. ആ റുക്കൂഇൽ നമ്മൾ അള്ളാഹുവിനെ വാഴ്ത്തിപ്പറയുകയാണ്, സുജൂദ് ചെയ്യുകയാണ്. സുജൂദിലും നമ്മൾ ഖാലിഖായ റബ്ബിനെ സ്തുതിച്ചു പറയുകയാണ്, സുബ്ഹാന റബ്ബിയൽ അലീം. അപ്പോൾ റുക്കൂഇൽ നിങ്ങൾ റബ്ബിനെ വാഴ്ത്തിപ്പറയണമെന്ന് തിരുനബി പറഞ്ഞതാണ്. അമ്മർ റുക്കൂഉ ഫഅലീമു ഫീഹി റബ്ബ്, നിങ്ങൾ റുക്കൂഉ കഴിഞ്ഞ് ഇഅ്തിദാലിലേക്ക് വരുമ്പോൾ നിങ്ങൾ അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ് മിൽഅസ് സമാവാതി വമിൽഅൽ അർള് വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദു, പിന്നെയും റബ്ബിനെ സ്തുതിച്ചു പറയുകയാണ്. അല്ലാഹു നമ്മുടെ സ്തുതികളും കീർത്തനങ്ങളും ഒക്കെ അവൻ കേൾക്കുകയും അതിനവൻ ഉത്തരം ചെയ്യുകയും ചെയ്യും. നമ്മുടെ ദോഷങ്ങളൊക്കെ അല്ലാഹു പുറത്തു തരും. തിരുദൂതർ പറഞ്ഞു ഇദാ ഖാലൽ ഇമാമു സമിഅ അല്ലാഹു ലിമൻ ഹമിദ, ഇമാം സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞാൽ ഫഖൂലു അല്ലാഹുമ്മ റബ്ബനാ ലക്കൽ ഹംദ്, അല്ലാഹുവേ നിനക്ക് സർവസ്തുതികളും എന്ന് പറയുമ്പോൾ ഫഇന്നഹു മൻ വാഫഖ ഖൗലുഹു ഖൗലൽ മലായിക, ഇതേ സമയം അല്ലാഹുവിൻ്റെ മലക്കുകളും നമ്മളോടുകൂടെ ഈ സ്തുതികൾ പറയുന്നുണ്ട്. രണ്ടു സ്തുതികളും ഒരുമിച്ചായാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, അവൻ്റെ കഴിഞ്ഞ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കും എന്നാണ്. ഒരു അടിമ അവൻ്റെ റബ്ബിനോട് ഏറ്റവും അടുക്കുന്ന സമയം, റബ്ബിൻ്റെ മുമ്പിൽ അവൻ ഏറ്റവും വിനയാന്വിതനായി അവൻ്റെ നെറ്റിത്തടം മണ്ണിൽ വെച്ച് കിടക്കുന്ന ആ സുജൂദ്, അതിൽ നിങ്ങൾ പറയണം സുബ്ഹാന റബ്ബിയൽ അഅ്ലാ, മേലെയായ ഉന്നതനായ റബ്ബേ നിനക്ക് സ്തുതികൾ അർപ്പിക്കുന്നു. അവൻ സുജൂദിൽ കിടക്കുമ്പോൾ റബ്ബിനോട് ഏറ്റവും അടുത്തു, ആകാശങ്ങളുടെയും ഭൂമികളുടെയും അധിപനായ റബ്ബ്, എല്ലാ പ്രാർത്ഥനകളും കേൾക്കുന്നവൻ, അവൻ്റെ പ്രാർത്ഥനകൾ അവൻ സ്വീകരിക്കും, അവൻ്റെ പ്രതീക്ഷകൾ അവൻ സാക്ഷാത്കരിക്കും. വസ്ജുദ് വഖ്തരിബ്, അള്ളാഹു പറഞ്ഞത് അങ്ങനെയാണല്ലോ, നീ റബ്ബിന് സുജൂദ് ചെയ്യ്, റബ്ബിനോട് കൂടുതൽ അടുക്ക്. തിരുദൂതർ പറഞ്ഞിട്ടുണ്ട് അഖ്റബു മാ യകൂനുൽ അബ്ദു മിർ റബ്ബിഹി വഹുവ സാജിദ് ഫഅക്സിറു ദുആ, ഒരു അടിമ അവൻ്റെ റബ്ബിനോട് ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയം അവൻ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിലാണ്. പിന്നെ അത്തഹിയാത്തിൽ നമ്മൾ റബ്ബിന് തഹിയാത്തും ത്വയ്യിബാത്തും സാക്കിയാത്തുമൊക്കെ റബ്ബിലേക്ക് സമർപ്പിക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ വഴിപ്പെട്ട് നാം ഈ നടത്തുന്ന ഈ വിനയം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ഒരിക്കലും കേൾക്കാതിരിക്കുകയില്ല. നിസ്കാരം ഏറെ പ്രധാനപ്പെട്ടതാണ്. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇന്ന അവ്വല മാ യുഹാസബു ബിഹിൽ അബ്ദു യൗമൽ ഖിയാമത്തി മിൻ അമലിഹി സ്വലാത്തു, ഒരടിമയെ അന്ത്യനാളിൽ വിചാരണ ചെയ്യുമ്പോൾ ആദ്യമായി അവനോട് ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തെക്കുറിച്ചാണ്. നിസ്കാരം നന്നായാലോ ഫഖദ് അഫ്ലഹ വ അൻജഹ്, അവൻ എല്ലാറ്റിലും വിജയിച്ചവനായി, എല്ലാത്തിലും അവൻ രക്ഷപ്പെട്ടവനായി. നിസ്കാരം മോശമായാലോ ഫഖദ് ഖാബ വ ഖസിർ, അവൻ നഷ്ടപ്പെട്ടവനായി, ഖേദത്തിൽപ്പെട്ടവനായി.
അള്ളാഹു നിസ്കാരം കൃത്യമായി നിലനിർത്തുന്നവരിൽ അതിൻ്റെ എല്ലാ നിബന്ധനകളും പൂർത്തിയാക്കി ഹൃദയ സാന്നിധ്യത്തോടുകൂടി ചെയ്യുന്നവരിൽ നമ്മളെയൊക്കെ ചേർക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.